പിണറായി വിജയൻ ഭരണത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യം എങ്ങനെ? പിണറായി വിജയൻ സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോകുമെങ്കിലും മറ്റ് എല്ലാവരെയും അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഖജനാവിൽ പൈസയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റെല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ കണ്ണൂരിൽ നിന്നുള്ള വളരെ ആർദ്രമായി സംസാരിക്കുന്ന, സാമ്യമായി സംസാരിക്കുന്ന ആളായിരുന്നു മന്ത്രി. രണ്ടാം പിണറായി സർക്കാരിൽ ജേർണലിസ്റ്റിൽ നിന്ന് വന്ന് വളരെ പബ്ലിക് റിലേഷൻസ് അറിയാവുന്ന ആളാണ് നമ്മുടെ മന്ത്രി. ഈ രണ്ട് മന്ത്രിമാരുടെ കാലത്തെ പറ്റിയും പിന്നീട് ആക്ഷേപങ്ങൾ പലത് വന്നിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ രംഗത്ത് അന്ന് കോവിഡ് വന്നപ്പോൾ മാസ്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് 3 ഇരട്ടി വിലയിലാണ്. അതുപോലെ കോവിഡിൻ്റെ കണക്കുകൾ കള്ളക്കണക്കുകളായിരുന്നു. അതുപോലെ അന്നും മരുന്നില്ല എന്നൊക്കെയുള്ള പല പല ആക്ഷേപങ്ങൾ. പിന്നെ അതുപോലെ സ്പ്രിങ്ക്ലർ എന്നുള്ള ഡേറ്റ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു, അല്ല അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മന്ത്രിയുടെ സമയത്തും ആരോപണങ്ങളും ആക്ഷേപങ്ങൾക്ക് ഒട്ടും കുറവില്ല. നമ്മുടെ ആശുപത്രികളിൽ തന്നെ പാമ്പ് കയറി കിടക്കുന്നു. അതുപോലെ പേപ്പെട്ടി കടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള കുത്തിവയ്പ്പിൻ്റെ മരുന്നിന് ഒരു ഗുണനിലവാരമില്ല. നിപ്പ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മരുന്നിന് ഗുണനിലവാരമില്ല എന്നുള്ളത്. അതുപോലെ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പിഴവുകളെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ. അങ്ങനെ ആക്ഷേപങ്ങൾക്കൊട്ടും കുറവില്ല ആരോഗ്യ രംഗത്തെ പറ്റി. ഈ ആരോഗ്യ രംഗത്തെ മരുന്നും ചികിത്സയും ഓപ്പറേഷനും ഒക്കെ ഒരു രോഗം വന്നാലാണ്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആരോഗ്യത്തിന് കേരളത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാന ഘടകമായ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഒരു സുരക്ഷ കേരളത്തിൽ വളരെ വളരെ വീഴ്ചയിലാണ്, അപകടത്തിലാണ് എന്ന് നിരന്തരം റിപ്പോർട്ടുകൾ വരികയാണ്. ഏറ്റവും അടുത്ത് വന്ന റിപ്പോർട്ടാണ് നമ്മളുടെ ട്രെയിനുകളിലേക്ക് ഭക്ഷണം നൽകുന്ന കേറ്ററിങ് എറണാകുളം സിറ്റിയിൽ വളരെ അപകടകരമായിരുന്നു എന്നുള്ളത്. പ്രദേശത്ത് ഈ കേറ്ററിങ് നടന്നിരുന്ന നേരത്തെ തന്നെ ദുർഗന്ധം വന്നതുകൊണ്ട് പരാതി ഉണ്ടായി. 50 കിലോയോളം ചിക്കൻ അവിടെ നിന്ന് നശിപ്പിച്ചെന്നും അത് കോർപ്പറേഷൻ കൗൺസിലർ നേരിട്ട് ഇടപെട്ടാണെന്നും പിന്നീട് ഈ പരാതികൾ വന്നപ്പോഴത്തേക്കും കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ പോയിട്ട് അത് അടപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്. അതുപോലെ കൊല്ലത്ത് പ്ലാസ്റ്റിക് ഉരുക്കിയിട്ട് എണ്ണയുണ്ടാക്കി ആ എണ്ണയിൽ പരിപ്പുവടയും ഉഴുന്നുവടയും ഒക്കെ പാചകം ചെയ്ത് മനുഷ്യർക്ക് നൽകുന്നതായിട്ടും നമ്മൾ അടുത്തിടെ കണ്ടു. പിന്നെ ഷവർമ്മ കഴിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷ്യവിഷബാധയെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ, പല ഹോട്ടലുകളിൽ വിഷബാധ. കളമശ്ശേരിയിൽ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ മറ്റോ തമിഴ്നാട്ടിൽ നിന്ന് പഴകിയ അസുഖം പിടിച്ച ചിക്കൻ കൊണ്ടുവന്ന് ഇവിടുത്തെ പല പല വലിയ ഹോട്ടലുകളിലേക്കും വിതരണം നടത്തിയിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം നമ്മൾ കേട്ടു. അങ്ങനെ ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ വളരെ വീഴ്ചയിലാണ്, അപകടത്തിലാണ്. നമ്മൾ വാങ്ങിക്കുന്ന പഴങ്ങളും പച്ചക്കറികളിലും എത്ര വിഷമുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ, പാലിൽ എത്ര വിഷമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, അതുപോലെ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ മറ്റെണ്ണ ഭക്ഷ്യ എണ്ണകളിൽ എത്ര വിഷമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, കറി പൗഡറുകളിൽ എത്ര മായമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ സർവത്ര മായങ്ങളും മാലിന്യങ്ങളും അപകടം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷ്യ മേഖലയാണ് നമ്മുടെ കേരളത്തിൽ എന്നുള്ളത് അതിൻ്റെ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഭക്ഷ്യവിഷബാധ കൊണ്ടും പരാതി കൊണ്ടും അന്വേഷണങ്ങൾ കൊണ്ടുമൊക്കെ നമുക്കറിയാം. ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ നമുക്കില്ലേ കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഷവർമ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടോ ഒക്കെ വിഷബാധ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മന്ത്രി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. അവിടെ ഉള്ള എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് ഉണ്ടാവും. അതുപോലെ പരിശോധന കർശനമായിട്ടുണ്ടാകും. ഇനി മുതൽ കേരളത്തിൽ എല്ലാ പ്രദേശത്തുനിന്നുള്ള ഭക്ഷണം, റെസ്റ്റോറൻ്റ് ആയാലും കള്ള് ഷാപ്പായാലും അതുപോലെ കേറ്ററിംഗ് ആയാലും സ്ട്രീറ്റ് ഫുഡായാലും ഒക്കെ വളരെ കറക്റ്റായിരിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനം ഉണ്ടാവും. കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ പരിശോധനകളുണ്ടാകും. പക്ഷേ പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും അടുത്ത ഒരു ഇതേപോലെയുള്ള വിഷബാധ ഉണ്ടാകുന്നത് വരെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളത് അടുത്ത കാലത്ത് എറണാകുളത്ത് ഈ കേറ്ററിംഗ് സർവീസിൻ്റെ ഒരു കാര്യം വന്നപ്പം നമുക്ക് മനസ്സിലായി. ഈ കേറ്ററിംഗ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ ഭക്ഷണം നൽകാൻ വേണ്ടി മാത്രമല്ല കേരളത്തിൽ കേറ്ററിംഗ് സർവീസുകാരുള്ളത്. സദ്യ ഒരുക്കാൻ കേറ്ററിംഗ് സർവീസുകാരുണ്ട്, പാർട്ടി നടത്തുന്നതിന് ഭക്ഷണം നൽകാൻ കേറ്ററിംഗ് സർവീസുകാരുണ്ട്. ഈ കേറ്ററിംഗ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ്, ഭക്ഷണം അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിനുള്ള എല്ലാവിധ നിയമമനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് 3 വകുപ്പുകളാണ് പ്രധാനമായിട്ടും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള. ഒന്ന്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അവരുടെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഇത് പരിശോധിക്കാൻ വേണ്ടി. ഓരോ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ ആരോഗ്യത്തെ സംബന്ധിച്ച് കമ്മിറ്റിയുണ്ട്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണത്. രണ്ടാമത്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുണ്ട്. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും അതിൻ്റെ കീഴിൽ ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള ഉദ്യോഗസ്ഥരും മേഖലാ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. അവർക്ക് മൊബൈലായിട്ടുള്ള യൂണിറ്റുകൾ വരെയുണ്ട് ഓടി നടന്ന് പരിശോധിക്കാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും. മൂന്നാമത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. വെള്ളത്തിൻ്റെയും മറ്റു കാര്യങ്ങളും വേസ്റ്റ് ഡിസ്പോസൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഈ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് ഒന്ന്, ഈ ഹെൽത്ത് കാർഡ് വേണമെന്നുള്ളത് പ്രഖ്യാപനങ്ങൾ 1-2 വർഷമായിട്ട് കേരളത്തിലുണ്ട്. ഒരു ഭക്ഷ്യ കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ വിതരണം നടത്തുകയോ അല്ലെങ്കിൽ ഹോട്ടലിൽ പാചകം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും, ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവർക്കും ഹെൽത്ത് കാർഡ് വേണം. ആരോഗ്യമുള്ള അസുഖമില്ലാത്തവരായിരിക്കണം ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഹെൽത്ത് കാർഡ് കമ്പൽസറിയാണ്. അതുപോലെ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആണെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷയെപ്പറ്റി നന്നായിട്ട് പരിശീലനം സിദ്ധിച്ച ഒരു ടെക്നിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിയമമാണ്. പക്ഷേ പലപ്പോഴും അതില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു പ്രധാന കാര്യമാണ് ഒരു ഭക്ഷ്യസുരക്ഷാ ഡിസ്പ്ലേ ബോർഡ്. എല്ലാ ഈ റെസ്റ്റോറൻറ്റുകളിലും കേറ്ററിംഗ് യൂണിറ്റുകളിലും അതുപോലെ മീനോ ഒക്കെ വിൽക്കുന്ന കടകളാണെങ്കിലും സ്ട്രീറ്റ് ഫുഡ് വെൻഡറാണെങ്കിലും ഒക്കെ പ്രദർശിപ്പിക്കണമെന്നുണ്ട്. അതിൻ്റെ സൈസുമൊക്കെ 2018 മുതൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് അതിൻ്റെ വലുപ്പം വേണ്ടത്. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഇവരുടെ ഈ ഭക്ഷ്യസുരക്ഷാ ലൈസൻസിൻ്റെ നമ്പർ അത് പ്രദർശിപ്പിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും വൃത്തിക്ക് വേണ്ടിയിട്ടുമൊക്കെ ചെയ്യുന്നത്. സാധാരണ 10-12 കാര്യങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ആരോടാണ് പറയേണ്ടത്, ഫീഡ്ബാക്കിന് വേണ്ടി ഏത് നമ്പറാണ് എന്നുള്ളത് പ്രദർശിപ്പിച്ചിരിക്കണം. ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ്, നിയമപരമായിട്ട് ആവശ്യമാണ്. അത് ഒരു കളർ കോഡും ഉണ്ട് അതിന്, ഈ ഡിസ്പ്ലേ ബോർഡിന്. അതായത് റെസ്റ്റോറൻറ്റ് ഭക്ഷണ വിതരണം നടത്തുന്ന നമ്മുടെ ഹോട്ടലുകളിലൊക്കെ പ്രദർശിപ്പിക്കേണ്ട അതിൻ്റെ ഒരു കളറുണ്ട്. അതിൽ ഒരു 12ഓളം കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും. ഫീഡ്ബാക്കിനുള്ള നമ്പറുണ്ടാവും. അപ്പോൾ നിങ്ങളിനി അടുത്ത പ്രാവശ്യം ഏത് ഹോട്ടലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഈ ഡിസ്പ്ലേ ബോർഡ് ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കണം. ആ ഡിസ്പ്ലേ ബോർഡ് ഇല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് റിസ്ക് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഡിസ്പ്ലേ ബോർഡ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി വളരെ നല്ലതാണ്. അവിടെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കെല്ലാം ഹെൽത്ത് കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഹെൽത്തി ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ അല്ല അതിൻ്റെ മാനേജർ അവിടെ ഡിസ്പ്ലേ ബോർഡ് വെക്കുന്നതിന് മടിയുണ്ടാവില്ല. അപ്പം വെക്കുന്നില്ലെങ്കിൽ അവിടെ റിസ്ക് ആണ് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ മീറ്റ് വാങ്ങിക്കുന്ന സ്ഥലമാണേലും അല്ലെ മീൻ വാങ്ങിക്കുന്ന സ്ഥലത്താണേലും അതിന് വേറൊരു കളറുണ്ട്. ആ കളർ കോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്പ്ലേ ബോർഡ് അവിടെ ഉണ്ടാവണം. അതുപോലെ നമ്മൾ ബെവറേജസ് ഔട്ട്ലെറ്റ് വരെ ഇതുണ്ടാവണം. ബെവറേജുകൾ ഈ ബിയറൊക്കെ ആണെങ്കിലും എത്ര ഡിഗ്രി, വളരെ കുറഞ്ഞ ഡിഗ്രിയിലാണ് സൂക്ഷിക്കേണ്ടത്. സൺലൈറ്റ് നേരിട്ടടിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു കളർ കോഡുണ്ട്. അതുപോലെ കള്ള് ഷാപ്പാണേലും അതുണ്ടാവണം. അതൊക്കെ ഈ ലിക്കർ വിൽക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അവിടെ ഭക്ഷണം വിൽക്കാറുണ്ട്. അതുപോലെ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് കേറ്ററിംഗ് സർവീസുകാരെല്ലാം അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് സ്റ്റോർ ചെയ്ത് പിന്നെയുള്ളത് കൊടുത്തു വിടുന്നതൊക്കെ. അപ്പോൾ അവിടെ മാനുഫാക്ചറിങ് എന്നുള്ളതുണ്ട്, അതിനൊക്കെ പ്രത്യേക കളർ കോഡുകളുണ്ട്. അപ്പോൾ അതുപോലെ മിൽക്ക് വിൽക്കുന്ന അതിന് കളർ കോഡുണ്ട്. ഐസ്ക്രീം വിൽക്കുന്നതിന് അതിന് കളർ കോഡുണ്ട്. അപ്പോൾ ഈ ഓരോ കളർ കോഡിലുമുള്ള ഡിസ്പ്ലേ ബോർഡുകൾ നമ്മുടെ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബേക്കറി ആയാലും അതുപോലെ ഹോട്ടലായാലും മീനും ഇറച്ചിയുമൊക്കെ വിൽക്കുന്ന കടകളായാലും പാല് വിൽക്കുന്ന സ്ഥലമായാലും ഉണ്ടാകണമെന്നുള്ളത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ നിബന്ധനയാണ്. അപ്പോൾ നിങ്ങളിനി ഒരു ബേക്കറി ചെന്നാലും റെസ്റ്റോറൻറ്റ് ചെന്നാലും ഒക്കെ ഇതുണ്ടോ എന്ന്, ഈ ഡിസ്പ്ലേ ബോർഡ് ഉണ്ടോ, ആ ഡിസ്പ്ലേ ബോർഡിൽ ഈ 10-12 കാര്യങ്ങളും അതിനനുസരിച്ച് കളർ കോഡിലാണോ ഇതെന്നുള്ളതും പരിശോധിക്കുക. അതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് നൽകാൻ FSSAIയുടെ ആപ്പിൻ്റെ നമ്പറൊക്കെ അതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ ആ നമ്പറിലേക്ക് ഇത് എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കുകയോ വിളിച്ചു പറയുകയോ ചെയ്യണം. അപ്പോൾ നമുക്ക് കേരളത്തിൽ മൊത്തം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് ഡിമാൻഡ് സൈഡിൽ നിന്ന് ഭക്ഷ്യസുരക്ഷ ഉണ്ടാകേണ്ട നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമായതുകൊണ്ട് ആ ഡിസ്പ്ലേ ബോർഡ് എന്നുള്ള ഒരൊറ്റ നിയമത്തിൻ്റെ ഒരു പരിശോധനയിൽ കൂടി നമുക്ക് എല്ലാവർക്കും അത് നടപ്പാക്കാൻ സഹായിക്കാൻ പറ്റും. അതുപോലെ അടുത്തൊരു കാര്യം, 2024 മുതൽ 10 അതിൽ കൂടുതലോ ഒരു ചെയിനായിട്ട് ഒരേ പേരിലുള്ള
ഒരു ഭക്ഷ്യ കാര്യങ്ങൾ ചെയ്യുന്ന കടകൾ, അതായത് ഹോട്ടൽ ചെയിനുകൾ, ഇപ്പോൾ KFC പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ പല പേരിൽ, അതുപോലെ കേരളത്തിൽ ശരവണ ഭവനെന്നും ആര്യാസ് എന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ പേരിൽ 10ൽ കൂടുതൽ കേരളത്തിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ 10ൽ കൂടുതൽ ചെയിനായിട്ടുള്ള ഒരേ ബ്രാൻഡിലുള്ള ഒരേ പേരിലുള്ള ബേക്കറികളും അതുപോലെയുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ബേക്കറികളും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ നമ്മൾ 10ൽ കൂടുതൽ പേരുകളുള്ളിടത്ത് ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. ഡിസ്പ്ലേ ബോർഡ് തീർച്ചയായിട്ടും വേണം, അവരുടെ കളർസ് കോഡിലുള്ള ഏത് ബിസിനസ്സാണെന്നനുസരിച്ച്. രണ്ടാമത്, അവിടെ വിൽക്കുന്ന ഓരോ ഫുഡ് ഐറ്റത്തിലും അതിൻ്റെ ഒരു ന്യൂട്രീഷണൽ വാല്യൂ അവർ പ്രദർശിപ്പിക്കണം. അതുപോലെ അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതുപോലെ അതിൻ്റെ കാലറി വാല്യൂ എത്രയാണ്, ഈ 3 കാര്യങ്ങൾ പ്രദർശിപ്പിക്കണം. 10ൽ കൂടുതൽ ചെയിനുള്ളത് അല്ലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ FSSAI ലൈസൻസ് ഉള്ളവർ എന്നുള്ളത് 2024 മുതൽ നിർബന്ധമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തുള്ള ഒരു ബേക്കറിയിൽ, അവർക്ക് 10ൽ കൂടുതൽ ചെയിന് എറണാകുളത്ത് തന്നെ ഉണ്ട്, അവിടെ ചെന്ന് ഒരു സാധനം വാങ്ങിച്ചപ്പോൾ അവർ ഈ ന്യൂട്രീറ്റീവ് വാല്യൂയോ അലർജനെ പറ്റിയോ അല്ലെങ്കിൽ കാലറി വാല്യൂയോ എഴുതിയിട്ടില്ല. എന്ന് തന്നെയല്ല, ഈ പ്രദർശന ബോർഡും അവിടെ ഇല്ല. വളരെ പ്രഗത്ഭരായ പേരുകേട്ട ഒരു ബ്രാൻഡാണ്, എന്നിട്ട് പോലും ഇല്ല എറണാകുളം സിറ്റിയിൽ പോലും എന്ന് പറയുന്നത് എറണാകുളത്തുള്ള ഈ 3 വകുപ്പുകളുടെ, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള 3 വകുപ്പുകളുടെ അനാസ്ഥയാണ്. അല്ലെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെപ്പറ്റിയും കേരളത്തിൻ്റെ ജനങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റിയും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണത്. കാരണം കോർപ്പറേഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അവർക്കൊക്കെ ഓഫീസ് എറണാകുളത്തുണ്ട്, സംവിധാനങ്ങളുണ്ട്, ആളുണ്ട്, അർത്ഥമുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മളത് നോക്കണം. ഇനി മുതൽ ഈ ഭക്ഷ്യസുരക്ഷാ ഡിസ്പ്ലേ ബോർഡുണ്ടോ, അതുപോലെ 10ൽ കൂടുതൽ ചെയിനുള്ള, അതായത് ആര്യാസ് എന്നോ അല്ല അന്നപൂർണ എന്നോ എന്നൊക്കെയുള്ള കുറേ ചെയിൻ ഹോട്ടൽസ് കേരളത്തിലുണ്ടല്ലോ, അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ ഈ ഭക്ഷ്യസുരക്ഷ ഡിസ്പ്ലേ ബോർഡുണ്ടോ, അതുപോലെ കാലറിയും ന്യൂട്രീഷൻ വാല്യൂവും അലർജനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരുടെ മെനു കാർഡിൽ എന്ന് കൃത്യമായിട്ട് നമ്മൾ നോക്കി ഉറപ്പ് വരുത്തിയാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം രക്ഷിക്കാം.